നമ്മൾ തെക്കൻ മേഖലാ ജാഥയിലേക്ക് കൂടി പോവുകയാണ്. തെക്കൻ മേഖലാ ജാഥ ആലപ്പുഴ ജില്ലയിലാണ്. ഇപ്പോൾ വലിയ ചുടുകാട്ടിൽ വിപ്ലവ ഭൂമിയിൽ രണസ്മരണകൾ ഇരമ്പുന്ന ഭൂമിയിൽ പുഷ്പാർച്ചന അല്പസമയത്തിനകം നടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാജഹാൻ കൂടി ആലപ്പുഴയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. ഷാജി, ജാഥ ആലപ്പുഴ ജില്ലയിൽ പര്യടനം തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ വിപ്ലവ ഭൂമിയിൽ വലിയ ചുടുകാട്ടിൽ പുഷ്പാർച്ചന നടത്തുക എന്നതല്ലേ? തീർച്ചയായിട്ടും മനു, രണ്ടാം ദിവസമാണ് ജാഥ ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ പര്യടനം ആരംഭിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലാണ്. ഇവിടുത്തെ പുഷ്പാർച്ചനകൾക്ക് ശേഷമാണ് ഇന്നത്തെ ജാഥയുടെ പ്രചരണ പരിപാടികളൊക്കെ ആരംഭിക്കുക. രാവിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുമൊക്കെ ആയിട്ട് ഉള്ള മുഖാമുഖമുണ്ട്. നമുക്ക് ജാഥ ക്യാപ്റ്റനുണ്ട്, വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാം. സഖാവ്, എങ്ങനെയുണ്ട് പൊതുവെ നമ്മുടെ ഈ ജാഥ തുടങ്ങിയതിന് ശേഷം നമ്മളിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ എത്തിയിരിക്കുകയാണ്, എങ്ങനെയാണ് പൊതുവെ ജനങ്ങളുടെ ഒരു പ്രതികരണം? ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതീവ ആവേശകരം, എല്ലാ അർത്ഥത്തിലും ജനമുന്നേറ്റം. ജനങ്ങളുടെ മനസ്സിൽ LDF മാത്രമാണുള്ളത്. കേരളത്തിൻ്റെ ഭാവിക്ക് 3-ാം ഊഴം വേണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിൻ്റെ മേൽ കയ്യൊപ്പ് ചാർത്താൻ വേണ്ടിയാണ് എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ ജനങ്ങൾ ആർത്തിരമ്പി എത്തുന്നത്. LDF ഉറപ്പായും പറയാൻ കഴിയും, LDF രാഷ്ട്രീയത്തെ കേരളം ഏറ്റുവാങ്ങിയിട്ടുണ്ട് പൂർണ്ണമായിട്ടും. ഇന്നുണ്ടായതല്ല, കഴിഞ്ഞ എത്രയോ കാലമായിട്ട് ഉണ്ടായ വലിയ മാറ്റമാണത്. 10 കൊല്ലത്തെ LDF ഭരണത്തിൻ്റെ ഓരോ നേട്ടങ്ങളും എല്ലാ ജീവിതങ്ങളിലും വെളിച്ചമെത്തിച്ചു. ഓരോ വീടുകളിലും അതിൻ്റെ സന്ദേശമെത്തി. ഓരോ വിദ്യാലയങ്ങളിലും ഓരോ പണിശാലകളിലും ഓരോ ഗ്രാമങ്ങളിലും എല്ലായിടത്തും ഉണ്ടായിട്ടുള്ള വമ്പിച്ച മാറ്റമാണ്. മനു, ജാഥ അംഗങ്ങളൊക്കെ തന്നെ നമ്മോടൊപ്പം ഉണ്ട്. CS സുജാതയുണ്ട്, അതോടൊപ്പം തന്നെ ആരിഫ്, അങ്ങനെയുള്ള നേതാക്കൾ എല്ലാവരും ഉണ്ട്. M സ്വരാജ് ഉണ്ട്. ഞാൻ സ്വരാജിലേക്ക് ഒരു സെക്കൻഡ്. അല്ല, കുഴപ്പമില്ല. എങ്ങനെയാണ് പൊതുവെ നമ്മുടെ ഈ ജാഥ സ്ഥിരാംഗമാണ്? ഒരു ദശാബ്ദം ഇടതുപക്ഷ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾ കേരളം ഇനിയൊരിക്കലും ഇരുണ്ട ഭൂതകാലത്തിലേക്ക് മടങ്ങിപ്പോകരുത് എന്നാഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ ഇന്ത്യയിൽ മറ്റെവിടെയും ഇല്ലാത്ത ജനക്ഷേമ പദ്ധതികളും സംസ്ഥാനത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വൻകിട വികസന പദ്ധതികളും കേരളത്തിന് സ്വന്തമാണ്. ഇതെല്ലാം തുടരണം, കൂടുതൽ ശക്തിപ്പെടണം, കേരളം അഭിവൃദ്ധിപ്പെടണമെന്നതാണ് കക്ഷിരാഷ്ട്രീയത്തിനതീതമായ എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം. അത് പ്രതിഫലിക്കുന്ന സ്വീകരണങ്ങളാണ് ജാഥയ്ക്ക് ഇതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളും പിന്നിട്ടാണ് ഇന്നലെ ആലപ്പുഴയിൽ അരൂരിൽ ജില്ലയിലെ ആദ്യത്തെ സ്വീകരണം നടന്നത്. തുടർന്ന് ചേർത്തലയും കുട്ടനാടും ആലപ്പുഴ, അമ്പലപ്പുഴ മണ്ഡലങ്ങളിലെ സ്വീകരണവും പൂർത്തിയാക്കിയാണ് ഇന്ന് രാവിലെ ഹരിപ്പാട് നിന്ന് ജാഥ പ്രയാണം തുടരുന്നത്. ഞങ്ങളുടെ എല്ലാം ആത്മവിശ്വാസത്തെ ആകാശത്തോളം ഉയർത്തുന്ന മികച്ച ആഘോഷപൂർവ്വമുള്ള സ്വീകരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഞങ്ങളിതിനെ കണക്കാക്കുന്നത്. സുജാത കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, നമ്മുടെ ആലപ്പുഴക്കാരി കൂടിയായിട്ടുള്ള സുജാത. എങ്ങനെയാണ് പൊതുവെ ഈ ജാഥ? വളരെ ആവേശകരമായിട്ടാണ് ജാഥയെ സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഓടിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ സുസജ്ജരാണെന്ന് തെളിയിക്കുന്ന വലിയ പങ്കാളിത്തമാണ് ഈ ജാഥയിലുള്ളത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വലിയ തോതിൽ സ്ത്രീകൾ ഈ ജാഥയെ വരവേൽക്കുന്നതിന് വേണ്ടി വരുന്നു. കാരണം ഗവൺമെൻറ് സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതി, കുടുംബശ്രീക്ക് നൽകുന്ന സഹായം, ഇതിനെല്ലാം ഉപരി കേന്ദ്ര ഗവൺമെൻറ് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ നിൽക്കുമ്പോൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് 1000 കോടി രൂപ നീക്കിവെക്കുകയും പഴയ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം പാസ്സാക്കിയ ഗവൺമെൻറ്റിനെ ഒക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ സ്വാഗതം ചെയ്യുന്നത്. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള ആളുകൾ ജാഥയെ വരവേൽക്കുന്നതിന് വേണ്ടി സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് കടന്നു വരുന്ന ഏറ്റവും ആവേശം ജനിപ്പിക്കുന്ന വലിയ പ്രതീക്ഷ നൽകുന്ന പരിപാടിയാണ്. മനു, ഇതാണ് ഇപ്പോൾ ജാഥാംഗങ്ങളൊക്കെ തന്നെ പറയുന്നത്. ഇപ്പോൾ പുഷ്പാർച്ചനയ്ക്കായി വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം പുഷ്പാർച്ചന നടക്കും. അതിനുശേഷമാണ് ഇന്നിപ്പോൾ മറ്റ് നടപടികളിലേക്ക് പോകുക. ഷാജി, ഇന്ന് തെക്കൻ മേഖലാ ജാഥയുടെ ഇന്ന് ജില്ലയിലെ പര്യടനം കൂടി ഒന്ന് വളരെ വേഗം പറയാം. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാവിലെ പൗരപ്രമുഖരുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയുണ്ട്. ജാഥാംഗങ്ങൾ
അതിനുശേഷം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഏതാണ്ട് 9 മണിയോടുകൂടി ആദ്യ പര്യടനം ഹരിപ്പാടാണ്, അതിനുശേഷം കായംകുളം മണ്ഡലത്തിൽ, അതിനുശേഷം മാവേലിക്കര. ഇന്ന് സമാപനം, ഈ പര്യടനത്തിൻ്റെ സമാപനം ചെങ്ങന്നൂർ മണ്ഡലത്തിലാണ്. ചെങ്ങന്നൂർ മണ്ഡലത്തിന് ശേഷമാണ് ഇന്ന് അത് കൊല്ലത്തേക്ക് യാത്ര തിരിക്കുക. എന്തായാലും വളരെ ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് വിപ്ലവ ഭൂമിയിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ജാഥാംഗങ്ങളും ജാഥാ ക്യാപ്റ്റനും ഒക്കെ തന്നെ പറയുന്നത്. ഇവരുടെ ഒരു പ്രതീക്ഷയും, കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർ ജാഥയോടൊപ്പം വരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ അവർ നമ്മളോട് പങ്കുവച്ചത്.